RSSനെയും പ്രധാനമന്ത്രിയും പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. RSSൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. LK അദ്വാനിയുടെ കാൽക്കലിരിക്കുന്ന മോദിയുടെ ചിത്രം പങ്കുവച്ചാണ് സമൂഹ മാധ്യമത്തിൽ ദിഗ്വിജയ് സിംഗ് പോസ്റ്റ് ചെയ്തത്. ഇതാണ് RSSന്റെ സംഘടനാബലമെന്നും ദിഗ്വിജയ് സിംഗ് അറിയിച്ചു. ചൂണ്ടിക്കാട്ടിയത് RSSന്റെ ചിട്ടയാണ് എന്നാണ് ദിഗ്വിജയ് സിംഗ് പിന്നീട് നൽകിയ വിശദീകരണം. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ദിഗ്വിജയ് സിംഗിന്റെ പോസ്റ്റ് വലിയ തരത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. അതിൽ അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അജയ്, പ്രധാനമായിട്ടും അദ്ദേഹം RSS വിരോധി, അതോടൊപ്പം തന്നെ മോദി വിരോധിയുമെന്നാണ് ഈ പോസ്റ്റ് വലിയ തോതിൽ വിവാദമായതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ വ്യക്തമാക്കുന്നത്. അതായത് അദ്ദേഹം നേരത്തെ രാവിലെ അദ്ദേഹത്തിന്റെ എക്സ് മാധ്യമത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി LK അദ്വാനിയുടെ അടുത്തിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് RSSന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അല്ലെങ്കിൽ RSSലെ അംഗങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഉദ്ബോധനം എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യഘട്ടത്തിൽ വന്നത്. അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം വലിയ തോതിൽ കോൺഗ്രസിനെതിരെ വലിയ ആയുധമാക്കി മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം അദ്ദേഹം ഈ കാര്യത്തിന് മേലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം മോദി വിരോധിയാണ്, അദ്ദേഹം RSS വിരോധിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന് കുറച്ചുകൂടി സംഘടനാ ബലം ഉണ്ടാകേണ്ടതുണ്ട്. അതായത് അധികാര വികേന്ദ്രീകരണം അത് കൃത്യമായി കോൺഗ്രസിൽ നടപ്പാക്കണം എന്നുള്ള ആവശ്യകതയാണ് താൻ മുൻപോട്ട് വെച്ചത്. അത് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു, വക്രീകരിച്ച വാർത്തയാണ് പുറത്തു വന്നതെന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് പിന്നാലെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അത് തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ പങ്കുവച്ച ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ വാർത്ത അദ്ദേഹം തിരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് താൻ ഒരു മോദി വിരോധിയാണ്, അല്ലെങ്കിൽ RSS വിരോധിയാണ്. താൻ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ താൻ എടുത്തു കാണിക്കാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയായി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ്, അതുപോലെ കോൺഗ്രസ് പാർട്ടി വളരണം എന്നുള്ള കാര്യമാണ്. അതല്ലാതെ മറ്റൊരു പാർട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലേക്കുള്ള യാതൊരു പ്രസ്താവനയോ പ്രതികരണങ്ങളോ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അജി.